മതം തിന്നുന്ന രാഷ്ട്രീയം. അതായത് മതം തിന്നുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ മതത്തെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രക്രിയ. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യ എന്ന രാഷ്ട്രം, അതായത് ലോകത്ത് മതം രാഷ്ട്രങ്ങൾ ഉണ്ട്, പരിശോധിച്ചാൽ അറിയാം. പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നമ്മൾ മതം എന്ന വിഷയത്തിൽ ഇല്ല എന്നാണ്. മതം ഇല്ല. അത് സെക്യുലർ സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. അതായത് നമ്മുടെ രാഷ്ട്രത്തിന് മതമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് നമ്മൾ ഒരു സെക്യുലർ സ്റ്റേറ്റാണ്. അതിൽ തന്നെ ജനപ്രാതിനിധ്യ നിയമം 1951 കൊണ്ടുവന്ന ജനപ്രാതിനിധ്യ നിയമത്തിൽ 130-3 അതിലും എടുത്തു പറയുന്നുണ്ട് പ്രത്യേക തിരഞ്ഞെടുപ്പിൽ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആ 51 തന്നെ ഉണ്ടായ നിയമമാണ്. ഇന്ത്യൻ ഈ ഇലക്ഷനിൽ മതം, ജാതി, ഭാഷ, ദേശം എന്നിവ പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് അഴിമതിയും നിയമവിരുദ്ധവുമാണെന്ന് 51 തന്നെ പ്രഖ്യാപിച്ച രാഷ്ട്രമാണ്. നമ്മൾ ഭരണഘടനാപരമായുള്ള മൂല്യം നോക്കുമ്പോൾ എല്ലാ മതങ്ങളുടെ സമത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രത്യേകം നമ്മൾ നോക്കേണ്ടത് മതം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം. അതായത് മതകാര്യങ്ങൾ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ ക്രമീകരണങ്ങളിലും നമ്മൾ ഭരണ ക്രമീകരണങ്ങളോ അത് ക്രമീകരണത്തിലും മതവും ഇടപെടാൻ പാടില്ല എന്ന് വളരെ മുമ്പ് തന്നെ നമ്മുടെ രാഷ്ട്രം ഭരണഘടനാപരമായി അനുശാസിക്കുന്നുണ്ട്. നമ്മൾ രാഷ്ട്രം എന്ന സങ്കല്പത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വിശാലമായി പോകണ്ട. ഭൂമിശാസ്ത്രപരമായുള്ള അതിർത്തികൾ നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രം. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ നിർവചനത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ അതിൻ്റെ ആശയ രൂപീകരണം വെച്ചാൽ ആ രാഷ്ട്രത്തിലെ ഈ ഭരണ ക്രമീകരണങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ആശയമാണ് രാഷ്ട്രീയമായി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മതം തിന്നുന്ന രാഷ്ട്രീയം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ സി കേശവൻ എന്നൊരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ശബരിമലയിൽ തീ പിടിച്ചപ്പോൾ ഭയങ്കര മാധ്യമങ്ങൾ വരെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ കുറയും എന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വം തൻ്റെ അടുത്തൂടെ പറഞ്ഞു. ഇന്ന് അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ നേതൃത്വമുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനുണ്ടോ എന്ന് നോക്കിയപ്പോൾ മതം തിന്നുന്ന രാഷ്ട്രീയം ശക്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു ഹൈന്ദവ ബിംബത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നതെടുത്ത് നദിയിലേക്ക് ഒഴുക്കുമെന്ന് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു. അത് വളരെ പഴയ കാലത്താണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നിർമാല്യം ഉണ്ടാക്കുന്ന അതുപോലെ ഇന്ന് അത് ഉണ്ടാക്കാൻ രാഷ്ട്രീയ നേതാവിന് തൻ്റെ ഇടം വരുന്നില്ല. കാര്യം വെച്ചാൽ മതം രാഷ്ട്രീയത്തിൽ അത്രത്തോളം ഇടപെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു പരീക്ഷ തയ്യാറാവില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം കാണുന്ന പല കൂട്ടങ്ങളും സംഗമങ്ങളും അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ്. നമുക്ക് മതേതര കാഴ്ചപ്പാട് നോക്കണമെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതല്ലേ, മതകാര്യങ്ങളിൽ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയക്കാരിൽ മതം ഇടാൻ പാടില്ല എന്നാൽ നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിൽ ക്രമീകരണത്തിൽ അതിൻ്റെ ഭരണഘടനാ ചട്ടത്തിൽ എല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും അടിയിൽ ഒപ്പിട്ടെടുക്കുന്ന ഈ പ്രക്രിയ. ഈ ആധുനിക ഇന്ത്യയിൽ മതത്തെ ഉപയോഗപ്പെടുത്തിയത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അത് ഭിന്നിപ്പിച്ച് ഭരിക്കാവുന്നത് അവർ മനസ്സിലാക്കിയതാണ്. 1880 ഇന്ത്യയിൽ ആദ്യമായി ഒരു മതസംഘടന ഉണ്ടാവുകയാണ്. അത് ഖൗ സംരക്ഷണ സമിതി, പശു രാഷ്ട്രീയം അവിടെ തുടങ്ങിയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മതസംഘടന അല്ലെങ്കിൽ മതരാഷ്ട്രീയം ഉണ്ടാകുന്നത് അതിലൂടെയാണ്. ദയാനന്ദ സരസ്വതി ഇപ്പം നമ്മുടെ പശു രാഷ്ട്രീയത്തിൻ്റെ അതിൽ ആര്യ സമാജമാണ് ഇതിൻ്റെ തുടക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആര്യ സമാജം ആദ്യത്തെ ഒരു മതസംഘടനയാണെന്ന് അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രീയ സംഘടനയാണെന്ന് മനസ്സിലാക്കാം.
905 ബംഗാൾ വിഭജനം ഉണ്ടാവുന്നു. അത് മതത്തിൻ്റെ പേരിലാണ്, മത രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അതുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ 906 ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘം ഉണ്ടാവുന്നു. മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു സംഘം 906 രൂപപ്പെടുന്നു. 915 ഹിന്ദു മഹാസഭ, വി.ഡി. സവർക്കറിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഹിന്ദു മഹാസഭ അതും ഒരു മത രാഷ്ട്രീയ സംഘമായി അത് രൂപപ്പെടുന്നു. അതായത് 922 ഹിന്ദുത്വ എന്ന ഒരു ആശയം വി.ഡി. സവർക്കർ ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഹിന്ദുത്വ എന്ന ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നത് ശത്രുക്കൾ ഉണ്ട് എന്നാണ്. എല്ലാ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കും ശത്രുക്കൾ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും പറയുന്നു, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും മാനവീയ വിരുദ്ധമാണ്. വി.ഡി. സവർക്കറിൻ്റെ ഹിന്ദുത്വ എന്ന ആശയത്തിൽ നിന്നാണ് 925 രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. മതരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായി അത് മാറുന്നു. അപ്പോഴും പശു രാഷ്ട്രീയം സജീവമാണ്. പശു രാഷ്ട്രീയം എല്ലാവർക്കും, കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാർ, ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പശുവിനെ ഒരു ദൈവമായി കാണുന്നതാണ്. എന്നാൽ നെഹ്റു പശുവിനെ ഒരു മൃഗമായാണ് കണ്ടിരുന്നത് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ആധുനിക, പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ, അതായത് 1980കളിലാണ് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയൊരു മതരാഷ്ട്രീയ രൂപം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രാമക്ഷേത്രം നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന രീതിയിൽ വന്നു. അത് അദ്വാനി എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് രഥയാത്ര എന്ന് പറഞ്ഞാണ് ആ മതരാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നേരത്തെ സവർക്കർ തയ്യാറാക്കിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ രാമായണം എന്ന ഒരു ദൂരദർശൻ 1984 ദൂരദർശൻ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ രാമായണം സീരിയൽ ഇന്ത്യയിൽ എല്ലായിടത്തും ദൂരദർശൻ പ്രദക്ഷിണം ചെയ്യപ്പെടുന്നു, അത് സംരക്ഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ രാമായണത്തിന് ശേഷം മഹാഭാരതവും വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ സൊസൈറ്റിയിൽ ജനസംഖ്യയിൽ 80% വരുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പിന്നോക്കാരാണ്. പക്ഷേ ഈ പിന്നോക്കക്കാരും അതായത് ഹിന്ദുത്വ എന്ന ആശയത്തിൽ മുഖ്യ ശത്രു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുകയും രാമായണം എന്ന സീരിയലും ഈ രാമക്ഷേത്രം നമ്മുടെ ഏറ്റവും ദേശീയപരമായ ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയം ഇന്ത്യയിൽ ശക്തമായി കാണാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഈ രാഷ്ട്രീയം, നമുക്ക് മറ്റ് കാര്യങ്ങൾ പറയുന്നേക്കാളും നമുക്ക് പെട്ടെന്ന്, അതായത് വെടിവെച്ചാൽ ഒരുമിച്ച് പോകുമല്ലോ. ഒരു മരത്തിൽ പക്ഷികൾ ഇരിക്കുകയാണ്, നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ പോകുന്ന പാടാണ്. പക്ഷെ നല്ല ശബ്ദത്തോടെ ഒരു വെടിവെച്ചാൽ എല്ലാം തെന്നിപ്പോവും എന്ന രീതിയിലാണ് ഈ മതരാഷ്ട്രീയം കളിക്കുന്നത്. മതരാഷ്ട്രീയം കളി അങ്ങനെയാണ് പോയിട്ടുള്ളത്. നമുക്ക് ഈ മതരാഷ്ട്രീയത്തിൻ്റെ ഒരു ആധുനിക രൂപം എടുത്തു നോക്കാം. നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ അനേകം സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെയുള്ള സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നിവൃത്തിയില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മതത്തിൻ്റെ പിന്നാലെ പോകുന്ന കാര്യങ്ങളാണ്. ജനം എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോകുക എന്നാണ്. നമുക്ക് ഇവിടുത്തെ കുറേ അമ്പലങ്ങളുണ്ട്. പക്ഷെ അയ്യപ്പൻ ഒരു വലിയൊരു പ്രിവിലേജ് ദൈവമായി മാറിയിട്ടുണ്ട്. ഭരണഘടനാപരമായി തുല്യത പറയുന്ന ഒരു രാഷ്ട്രത്തിൽ, ആ ക്ഷേത്രപ്രവേശനം നടന്ന നാട്ടിൽ, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ നാട്ടിൽ ഒരിക്കൽ സുപ്രീം കോടതി വിധി ഉണ്ടാവുന്നു, ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം നൽകാം, സ്ത്രീകൾക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് തുല്യത ഒരു വിഷയമല്ല, ജനാധിപത്യം നമുക്ക് മാറ്റി നിർത്താം, അതൊരു അശുദ്ധിയുടെ ഭാഗമാണെന്ന് കൊണ്ടാടിയ ഒരു മേഖലയാണ് കേരളം പോലെ പ്രദേശം. അതിനുവേണ്ടി ആ തുല്യതയ്ക്ക് വേണ്ടി പോരാടിയവർ തന്നെയാണ് ഇന്ന് അയ്യപ്പ സേവാ സംഘമായി മാറിയിരിക്കുന്നത് എന്നൊരു ദുഃഖകരമായ കാര്യമാണ്. ആർത്തവം എന്താണെന്നും
എന്താണ് സ്ത്രീത്വമെന്നും ഒക്കെ ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു ശാസ്ത്രവിരുദ്ധമാണെന്നും അതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണ് ഈ സുപ്രീം കോടതി വിധിക്കുകയുണ്ടായെന്നും തുല്യതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് പോലും നമ്മളിപ്പോഴും ആ മതത്തിൻ്റെ തിന്നാൻ വേണ്ടി മതത്തിൻ്റെ പിന്നാലെ പോകുന്ന രാഷ്ട്രീയമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി മതം രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് അവരുടെ പിന്തുണ ഉറപ്പിക്കുവാൻ വേണ്ടി നയങ്ങൾ വാഗ്ദാനം ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജനസംഖ്യ 80% പറയുന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ്. അപ്പം അവർക്ക് വേണ്ടിയുള്ള നയങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. നമ്മൾ ഓർക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കും അതിൻ്റെ അവസ്ഥ ഇരിക്കും? അപ്പോൾ അവർക്ക് വേണ്ടി നയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ രൂപീകരിക്കും. നിങ്ങൾ ഓർക്കണം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലോകസഭയിലോ രാജ്യസഭയിലോ ഒരു മുസ്ലിം MP ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് ഒന്ന് ഓർത്തു വയ്ക്കുക. ജാതിമത നേതാക്കളെയും സ്ഥാപനങ്ങളെയും സ്വാധീനിച്ച് രാഷ്ട്രീയ പിന്തുണ നേടുവാൻ ശ്രമിക്കുക എന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ പല ഈ മഠാധിപതികളുണ്ട്. കേരളത്തിൽ മനുഷ്യദൈവം എന്നറിയപ്പെടുന്ന മഠാധിപതികളുമുണ്ട്. അവരൊക്കെ കിട്ടുന്ന പ്രിവിലേജുകൾ എന്ന കാലയ്ക്ക് അവരൊക്കെ വന്ന് രാഷ്ട്രപതി പ്രധാനമന്ത്രി കാൽക്കൽ വിരുന്ന് നമസ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ജാതി സംഘടനകൾ. ഇവിടുത്തെ പ്രിവിലേജ് കമ്മ്യൂണിറ്റിയുള്ള പ്രത്യേകിച്ച് പണവും അധികാരമുള്ള ജാതി സംഘടനകളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ മുട്ടിട്ടെറിയുന്ന സാഹചര്യങ്ങളുള്ളത്. ഞാൻ പറഞ്ഞിട്ട് പണ്ടൊരു കേശവൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പോയിട്ടില്ല എന്ന് യാഥാർത്ഥ്യം. സഹോദരനായ എപ്പോഴും രാഷ്ട്രീയക്കാരനായിരുന്നു. ഇവരൊക്കെ അകറ്റി നിർത്തുന്ന രീതിയാണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവരുടെ അടുക്കളകളിലേക്ക് പോകുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ചില ജാതിമത വിഭാഗത്തിന് വേണ്ടി മറ്റ് വിഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ള സാധനമാണ്. നമ്മൾ ഗുജറാത്ത് പോലെ ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനങ്ങൾ കണ്ടതാണ്. മറ്റ് വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുക, അവഗണിക്കുക ചെയ്യുന്ന ഒരു സാധനം ഈ ഭൂരിപക്ഷ സമൂഹത്തിന് പിന്തുണ കിട്ടും. അത് മതം തിന്നുന്ന ഒരു രാഷ്ട്രീയമാണ്. ചില വിഭാഗങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുക, അത് അടിസ്ഥാനപരമായി എല്ലാ മതസംഘങ്ങളും മതഗ്രന്ഥങ്ങളും അങ്ങനെയാണ് എന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഹിന്ദുത്വ എന്ന് പറഞ്ഞ ആ സവർക്കർ കൊണ്ടുവന്നതിൽ വ്യക്തമാക്കിയിട്ട് ശത്രുക്കളെ പ്രഖ്യാപിക്കുക എന്ന സാധനം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൺസ്ട്രക്ഷൻ ഓഫ് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത്. അതായത് സാംസ്കാരികപരമായ ദേശീയത നിർമ്മാണം എന്ന് പറയുന്നത് ഇന്ന് കൃത്യമായി ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഷ, ഒരു മതം, ഒരു രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നമ്മൾ എത്രമാത്രം വൈവിധ്യമാണെന്ന് അറിയാമോ? നമ്മൾ ആ വൈവിധ്യത്തെക്കുറിച്ച് നമ്മൾ സാമൂഹികമായ വൈവിധ്യങ്ങളുള്ളതാണ്, ലൈംഗികപരമായ വൈവിധ്യമുള്ളതാണ്, ജെൻഡർപരമായ വൈവിധ്യങ്ങളുള്ളതാണ്, അനേകം വൈവിധ്യങ്ങളുള്ളതാണ്. അത് പഠിക്കണമെങ്കിൽ ശാസ്ത്രം അറിഞ്ഞിരിക്കണം, സാമൂഹ്യ ബോധമുണ്ടായിരിക്കണം. അത് പോരാ, നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വച്ചിട്ടുള്ള രീതിയിൽ ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു ദേശം എന്ന രീതിയിൽ പോകണമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മതം തിന്നുന്ന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ മതപരമായ ചിഹ്നങ്ങളുണ്ട്. മതപരമായ ചിഹ്നങ്ങൾ നിങ്ങൾക്കറിയാം. ഇലക്ഷനിലൊക്കെ ഇപ്പോൾ ഒരു പ്രദേശത്ത് ക്രിസ്ത്യാനിറ്റിയാണ് കൂടുതലുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന കുരിശ് പുറത്തു വരും. ഞാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹമൊക്കെ കണ്ടോ, ചില പ്രദേശത്ത് പോകുമ്പോൾ ഇങ്ങനെ കുറിയിട്ട് കയ്യിൽ ചരടൊക്കെ ഇട്ടേ പോകുന്നത്. കഷ്ടപ്പാടുകളാണ്. അങ്ങനെ സമൂഹം അങ്ങനെ പോയത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വാവുന്നത്. രാഷ്ട്രീയക്കാർ കുറ്റപ്പെടുത്തുന്നതല്ല, രാഷ്ട്രീയ നേതാക്കന്മാരും കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ സമൂഹം ആ രീതിയിൽ വരാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ നടന്നിട്ടില്ല. ചില പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനമാക്കി മാത്രം മുന്നേറുന്ന ഒരു പ്രക്രിയ ആയി പോകുന്നുണ്ടാണ് രാഷ്ട്രീയക്കാർ ഇങ്ങനെ ആയി പോകുന്നത്. പിന്നെ വേറെന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഞാൻ പലപ്പോഴും നമ്മൾ സുൽപ്പിൽ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്. ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾ മത ആശയങ്ങൾ മുത്താണ്. ഭഗവത്ഗീത ഇങ്ങനെ മുത്തായി പറയുന്നുണ്ട്,
ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, ഇത് ബൈബിളിൽ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ മതത്തിൽ കുളിച്ചു നടക്കുന്ന ജനത്തിനെ, ആ കുളിച്ചു നടക്കുന്ന ജനത്തിനെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തന്ത്രപൂർവം നടക്കുന്നുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല. മനുഷ്യൻ അടിസ്ഥാനപരമായ മതജീവി അല്ല, അവനാക്കി തീർക്കുന്നതാണ്. അടിസ്ഥാനപരമായി അവൻ മനുഷ്യസ്നേഹിയാണ്, മാനവീയവാദിയാണ്. അത് ആ സമൂഹം ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന അങ്ങനെയാണ്. മനുഷ്യ ആദ്യം പരിഷ്കരിക്കപ്പെടണം. ഈ ഇങ്ങനെ മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് മതേതരത്തിന് ഭീഷണി. നമ്മൾ നേരത്തെ പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിന്, മനുഷ്യബോധത്തിന് ഭീഷണി ഉണ്ടാകും. തൊട്ടടുത്ത് നടക്കുന്ന രാജ്യത്ത് നോക്കുക, അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി, ചരിത്രപരമായി പഠിച്ചാൽ മാത്രമായി. അഫ്ഗാനിലെ മനുഷ്യൻ എങ്ങനെ അന്തസ്സായി സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്നു ചരിത്രം പഠിക്കുന്നതിന് മനസ്സിലാവും. ഇന്ന് ആ രാഷ്ട്രത്തിൽ മനുഷ്യൻ ജീവിക്കാതെ ഓടി ഓടിപ്പോകുന്നു എന്ന അവസ്ഥയാണ്. ഇറാൻ നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സാംസ്കാരികപരമായി ഇടം നൽകിയ രാഷ്ട്രമാണ്. ഇറാനിൽ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്നില്ല, മതം അതിന് മിഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇറാഖ് നമ്മുടെ രാഷ്ട്രീയപരമായ ആദ്യം ഉണ്ടായ മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. ആ മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം ഉൾപ്പെടുന്ന ഇറാഖിലാണ്. ഇറാഖിലെ അവസ്ഥ നമ്മൾ കണ്ട് ഞെട്ടിയതാണ്. മനസ്സിലായില്ലേ? തൊട്ടടുത്ത അയൽ രാജ്യം പാകിസ്ഥാൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഇതേ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിപ്പെടേണ്ടതാണ്. പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എത്തിപ്പെടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അത്താണിയായത് ഒന്നേ ഉള്ളൂ, ഇന്ത്യൻ ഭരണഘടന എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇവർക്ക് ഏതൊരു സ്ഥാനവും നൽകുന്നില്ല. അതിന് നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ടത് BR അംബേദ്കറിനാണെന്നതിൽ സംശയം വേണ്ട. അത് അത്രയ്ക്ക് മതേതരമാണ്, മതരഹിതമാണ്, മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അത് ജനാധിപത്യമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു പാകിസ്ഥാൻ ആവാത്തതും, ഇന്ത്യ ഒരു അഫ്ഗാനിസ്ഥാൻ ആവാത്തതും, ഇന്ത്യ ഒരു ഇറാനോ ഇറാഖോ ആവാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ മതം അടിസ്ഥാനമായി പ്രവർത്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുമോ, നമ്മൾ മയങ്ങി വീഴുകയാണ്. അപ്പം ദാരിദ്ര്യം അഡ്രസ്സ് ചെയ്യില്ല, വികസനം വഴിമാറിപ്പോപ്പെട്ടും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വരില്ല, എല്ലാം മതത്തിൽ കുളിച്ചതാണ്. അതായത് ഇന്നത്തെ ഈ രാഷ്ട്രത്തിൽ ഭരിക്കപ്പെടുന്ന BJP അവരെപ്പോഴെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഇലക്ഷൻ മാനിഫെസ്റ്റോ വയ്ക്കുന്നത് രാമരാജ്യം നിർമ്മിക്കുക, അത് ഒരു തർക്കസ്ഥലത്ത് നിർമ്മിക്കുക എന്നാണ്. അതായത് ശത്രുവിനെ മുൻനിർത്തിക്കൊണ്ട് വയ്ക്കുക. ഒരു ഗെയിം പോലെയാണ്. നമ്മൾ ഫുട്ബോൾ കാണുമ്പോൾ നമ്മളൊരു വശത്തേക്ക് തിരിയുന്ന ബ്രെയിൻ സെറ്റ് പോലെ നമ്മൾ ബ്രെയിൻ അങ്ങനെ തിരിഞ്ഞു പോവും, അത് ഉന്മാദത്തിലാക്കപ്പെടും. അപ്പോൾ നാട്ടിൽ നടക്കുന്ന വികസനത്തെയോ മറ്റ് കാര്യങ്ങളോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മൾ മതത്തിൽ കുളിച്ച് വോട്ട് ചെയ്യാൻ മുന്നേറ്റ് പോവും. രാമരാജ്യം ആ ക്ഷേത്രം തന്നെ ഇന്ത്യയിലെ മതം തിന്നുന്ന രാഷ്ട്രത്തിന് ഏറ്റവും ഉദാഹരണമാണ്. ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ഒരുവിധം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കപ്പെടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിച്ചിട്ട് നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ കണ്ടതാണ്. ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അപാരമായി പീഡിക്കപ്പെടുന്നുള്ളത് യഥാർത്ഥമാണ്. അവിടെ നാട് കടത്തപ്പെട്ട അനേകം ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ഭയത്തോടെ ജീവിക്കുകയാണ്. ഒരു പ്രദേശത്ത് അവർ ഭയത്തോടെയാണ് ഈ ഭൂരിപക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യപ്പെടുന്നതെന്ന് യാഥാർത്ഥ്യമാണ്. വോട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ അപകടത്തിൽപ്പെടും. ഭയം കൊണ്ട് ജീവിക്കുന്ന ന്യൂനപക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് ഒന്നും കൂടെ ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് മതത്തെ കൂട്ടുപിടിക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് എടുക്കേണ്ടത് സയൻസിനെയാണെന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കേണ്ടത് ശാസ്ത്രത്തെയാണ്. നിങ്ങൾ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണം ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ലോകത്തിന് സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു പദം മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനം തോന്നുന്നത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മാത്രമാണ്, അല്ലാതെ മതത്തിൻ്റെ പിന്നാലെ പോയല്ല. അദ്ദേഹം അനേകം ഫൈറ്റ് ചെയ്തു, ഗാന്ധിയായിട്ടൊക്കെ അനേകം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടു ഈ വിഷയത്തിലേക്ക്. പക്ഷേ അദ്ദേഹം മുന്നേറി.
അദ്ദേഹം കൊണ്ടുവച്ച ഒരു തുടർച്ചയുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്വം ഘടകം. നിങ്ങൾ മനസ്സിലാക്കിയേ, സയൻസിനെ കൂട്ടുപിടിച്ച രാഷ്ട്രങ്ങൾ എത്രയോ മുന്നേറിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഈ അടുത്ത കാലത്താണ് LGBT കമ്മ്യൂണിറ്റി ഇവിടെ രൂപപ്പെട്ടത്. അടുത്ത കാലത്ത് ഓർക്കുക, ഫിൻലാൻഡ് എന്ന രാഷ്ട്രത്തിൽ മന്ത്രിസഭയിൽ അവർ ഭരണപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരുടെ ഭരണ നിർവഹണത്തിൽ മന്ത്രിസഭയിൽ LGBT കമ്മ്യൂണിറ്റി ഒരാൾ നിർബന്ധം അവർ വ്യവസ്ഥ കൊണ്ടുവന്നു. നമ്മളുടെ അവസ്ഥയ്ക്ക് LGBT കമ്മ്യൂണിറ്റിക്ക് അവർ കൊണ്ടുവന്ന പല ഭാഗങ്ങളും നമ്മളെ പാർലമെൻറ്റ് തള്ളിക്കളഞ്ഞു. നമ്മൾ ശാസ്ത്രത്തെ കൂട്ടിപ്പിടിക്കുന്നില്ല. പകരം പാർലമെൻറ്റ് മന്ദിരം പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തെങ്ങനെ അതിഹൈന്ദവ, അത് ബ്രാഹ്മണിക്കൽ രീതിയിലനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ കൊണ്ടാണ്. ഭരണഘടനാപരമായ ആണെങ്കിൽ നിയമവിരുദ്ധമാണത്. അങ്ങനെയാണ് നമ്മളെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ആ പാർലമെൻറ്റിൽ LGBT വേണ്ടി ഒരു നിയമം വരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. സയൻസിനെ കൂട്ടുപിടിക്കാത്ത ഫലമാണ് ഇത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നേറുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. നിങ്ങൾ ചൈനയിലെ വികസനം നോക്കിയാൽ മതി. അവർ ശാസ്ത്രത്തെ സാങ്കേതിക വിദ്യയെയും കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ചൈന നടത്തുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്നേ ഉള്ളൂ, ആധുനിക രാഷ്ട്രീയത്തിൽ വയ്ക്കേണ്ടത് മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, സമത്വം ഉണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇത്രയും സംരക്ഷിക്കപ്പെട്ടാൽ ഈ മതം തിന്നുന്ന രാഷ്ട്രീയം, മതരാഷ്ട്രീയം അപ്രത്യക്ഷമാകും. അതിന് പറ്റിയതാണ് ഇത്തരം ചർച്ചകളും സംഭാഷണങ്ങളും കൊണ്ടുവരണം. രാഷ്ട്രീയക്കാർ അതായത് മതത്തിൻ്റെ പിന്നാലെ പോകരുത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് മാനവീയ മൂല്യങ്ങളൊക്കെ ആയിരിക്കണം, ജനാധിപത്യ മൂല്യങ്ങളായിരിക്കണം, ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന അതിന് എല്ലാവിധ പിന്തുണ നൽകുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.